നമ്മളെ ഫ്രീഡം കുറയും. ഞാൻ പറയാം, നല്ല ഫ്രീഡം കുറയും. പിന്നെ നമ്മൾ കുറേയൊക്കെ കുറച്ചും കൂടെ ലൈഫിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടി വരും. നമ്മളെ കുറച്ച് ഈ പറഞ്ഞ കുട്ടിത്തം കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അടിച്ചു പിടിക്കുന്ന ഇതൊക്കെ മാറും. ലൈഫിൽ കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ കൂടും. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നേക്കാൾ ബെറ്റർ കഴിക്കാതിരിക്കുന്നത് കേട്ടോ. പ്രദീപാണ് നമ്മുടെ സൺഡേ വരണം എന്ന് നിർബന്ധമില്ല. നീ ലൈവിലേ വരണം നിർബന്ധമില്ല. മോന്റെ പേര് നിഖിൽജിത്ത് എന്നാണ് ബ്രോ. ഹായ്. ആ കുട്ടിയുടെ പേര് നിഖിൽജിത്താണ് ബ്രോ. ഹായ്. ചേച്ചിനെ കാണാൻ കൊള്ളാം. ശാരദ മോഹൻ പ്ലേസ് പറഞ്ഞില്ല, എവിടെയാണ് പ്ലേസ്? പ്രദീപ് ബാംഗ്ലൂരാണ്, അതാ തൃശ്ശൂരാണ്. ശാരദാമോൻ എന്ത് ചെയ്യാണ് തൃശ്ശൂർ എന്ത് ചെയ്യാണ്? ആണ് പോലും കിട്ടില്ല. അക്ഷയയിൽ വർക്ക് ചെയ്യാനല്ലേ? ഓക്കെ ഓക്കെ. ആ വീട്ടിലാരൊക്കെയുണ്ട്? അക്ഷയ ഓഫീസിലൊക്കെയാണ്. തൃശ്ശൂർ എവിടെയാണ്? ദേവാനന്ദ വന്നിട്ട് പോയാ? ഞാൻ കാർത്തിയാണ്. ഓക്കെ, നീ കാർത്തിയാണ് പ്രദീപിന്റെ മെസ്സേജ്. ക്യാഷ് ഉണ്ട്, അവിടെ പവർ ഉണ്ട്, കല്യാണം കഴിക്കേണ്ട, പെണ്ണ് കിട്ടിയാൽ ചെലവ് ജാസ്തി. യെസ്, കറക്റ്റ് ആൻസർ. കുന്നംകുളം. ഓക്കെ, തൃശ്ശൂർ കുന്നംകുളത്താണ് വീട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഹായ്, സുഖമാണല്ലോ? അതെ, സുഖമാണ് പപ്പി. റിയ സുഖമാണ്. എല്ലാവരും സുഖമാണ്. റിയ എന്ത് ചെയ്യുന്നു? ഹർത്താലായിട്ട് എന്താ പ്രോഗ്രാം? വീട്ടിൽ തന്നെയാണോ? തൃശ്ശൂർ കേരളത്തിലാണ് സംഭവം. ഇവനെ നായി കൊക്കുടു എന്ന് പറഞ്ഞാൽ നാട് കിടത്തിയാണ് കേട്ടോ. ഇവരുടെ അച്ഛനമ്മ ജീവിച്ചിരിപ്പോഴും ആൾക്കാർ തല്ലിക്കൊന്ന ഇവരുണ്ടാക്കിയതിന്റെ പേരിൽ. ഇക്കാണ് തല്ലിക്കൊന്ന് കാണും. ഇവരെ കൊണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ അവർക്ക് വിധി എന്ന് പോയി കട്ട് ചെയ്ത് അതിന് അവൻ ഡിലീറ്റ് ആക്കി. അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ടല്ലേ? ഞാൻ നിശാന്തിന്റെ വീട്ടിലാണ്. യെല്ലോ ഷർട്ട് ചേട്ടനെ വിളിക്കുന്നുണ്ട്. ചേച്ചിനെ കാണാൻ കൊള്ളാം ശാരദ മോൻ. എല്ലാവരും ചേച്ചി കാണാൻ കൊള്ളാന്ന് പറയുന്നുണ്ട്. ഷീസ് 23 years ആന്റി എന്ന് വെച്ചാൽ ഞാൻ പെണ്ണ് കെട്ടും. ഓക്കെ, കെട്ടണമോ? കല്യാണം കഴിക്കണം. കാരണം ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ, ദുഃഖവും കൂടി അനുഭവിക്കണം. അതുകൊണ്ട് കല്യാണം കഴിച്ചേ പറ്റത്തോളൂ. ശാരദ മോഹൻ താങ്ക്സ് പറഞ്ഞോണ്ട്. വീട്ടിലാരൊക്കെയുണ്ട് ശാരദ മോഹൻ? ഹലോ, ഞാൻ പോകുന്നു, നമസ്കരിക്കാൻ പോകുന്നു. 6 മണി ബൈ. ഓക്കെ, മുന്നേ നമസ്കരിക്കാൻ പോവാണ്. ഓക്കെ, പോട്ട് വരൂ. നിശാന്ത് ചേട്ടാ സുഖമാണ്. ഞാൻ മോന, അമ്മയല്ല. ഓക്കെ. അപ്പോൾ ശാരദ മോഹൻ എന്ന് കമന്റ് ചെയ്യുന്ന ബ്രോയുടെ പേരെന്താണ്? പേര് അവന്തിക കിഴു. ഹായ് അവന്തികയുടെ പൈസ എവിടെയാണ്? പൂജ നടക്കുന്നു. ഓക്കെ, ശബരീഷ്. അടുത്തൊരു അമ്പലമുണ്ട്. കൂടെ പെണ്ണോ ഇല്ലായിരുന്നാ മതി. ഓക്കെ, ബേബി എന്നൊക്കെ ഹായ് വന്നത്. റിയ എന്നൊക്കെ ഹായ്. നിശാന്തിന്റെ ചേച്ചിയുടെ മോനാണ് ഇവൻ, നിഖിൽജിത്ത്. ശബരീഷ് എന്ത് ഏജ് ഉണ്ട്? കല്യാണം കഴിച്ചതാണോ? ശബരീഷ്. അതെ, ശാരദ മോഹൻ എന്നുള്ള കമന്റ് ചെയ്ത് കൂട്ടാക്കാൻ. അവന്തിക വ്ലോഗ് ചെയ്തോ ചേട്ടാ? ഫോൺ മാറ്റി സംസാരിക്കൂലേ? നിശാന്തിന്റെ തന്നെ ഫോൺ മാറ്റി സംസാരിക്കും. നിങ്ങൾ മാത്രം സംസാരിക്കുന്നില്ല. 12 വയസ്സാണല്ലേ? അങ്ങനെ പറയല്ലേടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ സ്മരിക്കുന്നോണ്ടല്ലേ നീ വരുന്നത്. അപ്പൊ ഞാൻ സ്മരിക്കരുന്ന് പറഞ്ഞാലോ? അടുത്ത ഞായറാഴ്ച ഞാൻ സ്മരിക്കും. അപ്പൊ എത്തിയേക്കണം. അവന്തിക വ്ലോഗ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ശബരീഷ് 12 വയസ്സ്. അപ്പൊ അക്ഷയ് വർക്ക് ചെയ്യുന്ന പറഞ്ഞത് അവനല്ലായിരുന്നു? ശാരദ മോഹൻ എന്ന് പറഞ്ഞു. ഓക്കെ ദിയ. ഓക്കെ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ടാക്സ് ഉണ്ട്. മുന്ന ഇപ്പൊ 7 മണിയായില്ലേ? ഉടനെ തന്നെ ലൈവ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യും. ഇവിടെ ലേറ്റ് ആവത്തില്ല. എന്താ ക്ലൈമറ്റ് ഇവിടെ? എന്താ ഒന്നുമില്ല, മഴയില്ല. ചെറിയ മഴക്കോളുണ്ട്. കാറ്റ്. അമ്മ അക്ഷയ്. ഓക്കെ, ശരി ബ്രോ. അപ്പൊ 6ാം ക്ലാസ് പഠിക്കുവാണോ? 12 വയസ്സല്ലേ പറഞ്ഞേ? അപ്പൊ ഞായറാഴ്ച ഞങ്ങള് ലൈവ്, എല്ലാ ഞായറാഴ്ചയും ഞങ്ങള് ലൈവ് എന്തായാലും കാണും. ഇന്ന്